2013 അൽസലാമ നബോഷിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടി. നമ്മൾ 12 വർഷം കഴിഞ്ഞു. എത്ര പേരുടെ ലൈഫ് ചേഞ്ച് ആയി? നാട്ടിൽ തന്നെ മെജോറിറ്റി പല മേജർ ലൊക്കേഷൻസിലും നമ്മുടെ കുട്ടികൾ സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് സാഹചര്യങ്ങളുണ്ട് അവരെ കൊണ്ടുപോയി ഒരു ജോലിയിലേക്ക് എത്തിക്കാനും ഇതിനൊക്കെ റെഫറൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കരിയർ വേണം, അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് വേണം. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മളാൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് ഈ കോഴ്സ് ചെയ്ത് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ജോബിലേക്ക് കയറിയിട്ട് ഇന്ന് ആളുടെ ബ്രദർ കഴിഞ്ഞ വർഷമുള്ള ബ്രദർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി. നിലവിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത ഒരു ലെവലിലേക്ക്, ഇപ്പോൾ മാനേജറൽ ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു എക്സിക്യൂഷൻ ലെവലിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു വോയിസ് ഓഫ് അയർലൈൻസ്. വോയിസ് ഓഫ് അയർലൈൻസിന്റെ പുതിയൊരു സീരീസ് ആണിത്. കഴിഞ്ഞ സീരീസിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മിസ്റ്റർ സന്തോഷ് സാർ ആൻഡ് മിസ്റ്റർ ഹാരിസ് സാറാണ് ഇത്തവണ നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇത്തവണ അവർക്ക് കാര്യമായിട്ട് നിങ്ങളോട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സാർ, വെൽക്കം ടു ദി ഷോ. Thank you. Hi, this is Santosh Manu from Al-Salama School of Safety Studies. Hi all, I'm Harish from Al-Salama School of Safety Studies. ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു വലിയ ഒരു ന്യൂസ് തന്നെയാണ്. ഏറ്റവും വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ധന്യ മുഹൂർത്തത്തിലാണ് ഞങ്ങളിരിക്കുന്നത് ഈ സമയത്ത്. 2013 അൽസലാമ നബോഷിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടി. നമ്മൾ 12 വർഷം കഴിഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസിനെ ഇന്ന് സ്വദേശത്തായാലും വിദേശത്തായാലും ഒരുപാട് പൊസിഷനുകളിൽ, ഏറ്റവും നല്ല പൊസിഷനുകളിൽ ജോലി ചെയ്ത് എത്ര പേരുടെ ലൈഫ് ചേഞ്ച് ആയി? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ എന്തെങ്കിലും ഒരു ഹൈപ്പ്, അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുക, ഒരു നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക, അടുത്ത എന്താണ് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്കും കൂടി കൂടുതൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളത് കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു വിഷനായിരുന്നു. നമ്മളതിനു വേണ്ടി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലെവൽ 6 നബോഷിൻ്റെ ലെവൽ 6 സർട്ടിഫിക്കേഷനിൽ എത്തിയത്. നബോഷിൻ്റെ ലെവൽ 6 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡിപ്ലോമയാണ്. ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് എന്ന ഒരു മാനേജറിയൽ പ്രൊഫൈലിലേക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്, ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഈ 12 വർഷം കൊണ്ട് നമ്മൾക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ അടുത്ത ലെവലിലേക്ക് അവർക്ക് എന്തു വേണം എന്ന് ചിന്തിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. ഞാൻ പറഞ്ഞു 2013 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൗൺസ് കാറ്റഗറിയിലാണ്. 2023 അത് ഗോൾഡ് അക്രഡിറ്റേഷനിലേക്ക് മാറി. ഇത് നിസ്സാരമായൊരു ചേഞ്ച് അല്ല. ബ്രൗൺസ്, സിൽവർ, ഗോൾഡ്, ഇനി പ്ലാറ്റിനം ഉണ്ട്. പ്ലാറ്റിനം കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള, ഞങ്ങളും അതിലേക്ക് എത്തും എന്നുള്ളത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ്. അങ്ങനെ ബ്രൗൺസിൽ നിന്ന് നമ്മൾ ഗോൾഡിലെത്തി. ഗോൾഡ് 2023 നമുക്ക് കിട്ടി. നമ്മൾ നമ്മുടെ നബോഷ് IGCക്ക് വേണ്ടി മുന്നോട്ട് പോയി. കഴിഞ്ഞ ജൂലൈയിൽ 2025 ജൂലൈയിൽ നമുക്ക് നബോഷിൻ്റെ ലെവൽ 6 അക്രഡിറ്റേഷൻ കിട്ടി. ശരിക്കും ജൂൺ ലാസ്റ്റിലോടുകൂടിയാണ് നമുക്ക് വന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ള ഈ ഒരു മാസം ഞങ്ങളുടെ സ്റ്റഡി ടൈം ആയിരുന്നു. ദാറ്റ് മീൻസ് എങ്ങനെ ഹോംവർക്ക് ചെയ്തു, ഒരുപാട് ഹോംവർക്ക് ചെയ്തു, എങ്ങനെ ഇത് കുട്ടികളിലേക്ക് ബെനിഫിറ്റ് ആക്കാം. ഇതിന് നമുക്കൊരു കോർ ടീമുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കമുള്ള ഒരു ടീമുണ്ട്. ആ ടീം നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ അടുത്ത മാസം നവംബർ 15 ആദ്യം പ്ലാൻ ചെയ്ത് നവംബർ 17 നമ്മുടെ ആദ്യത്തെ നബോഷ് IDPൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഈ നബോഷ് IDPൻ്റെ ബാച്ചിൽ നമ്മുടെ സ്റ്റുഡൻസ് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. കാരണം അത്രയധികം എൻക്വയറീസ് നമ്മുടെ കുട്ടികളിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. 2 പ്രോഗ്രാമല്ല, 2 ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ഇമോഷണൽ ടേംസുകളും അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ഈ ചേഞ്ചുകൾ ഞങ്ങൾ 2 പേരും നടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഹാരിഷിന് പറയാൻ സാധിക്കും. കാരണം ഒരുപാട് കുട്ടികളുടെ വൈകാരികതകളിലൂടെ കടന്നുപോയ
ഒരു നമ്മുടെ നേരിട്ടറിഞ്ഞ ആളാണ് എക്സിക്യൂട്ടീവ് പാനൽ മെമ്പറാണ്. അപ്പോൾ ഹാരിഷ് ആയിരിക്കും അത് പറയാൻ ഏറ്റവും ഇത്ര വർഷത്തെ ഹാർഡ് വർക്കിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണല്ലോ ഈ മൊമെന്റ്. നമ്മുടെ 12 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ടൈം പീരീഡ് അല്ല. കാരണം 12 വർഷം നമ്മൾ ഈ നെബോഷ് കോഴ്സ്, നെബോഷിൻ്റെ ലെവൽ 3 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിനെക്കുറിച്ചിട്ട് ഒരു അവെയർനെസ്സും നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല. വളരെ റയറസ്റ്റ് ആയിട്ടുള്ള എബ്രോഡിലേക്ക് വിസിറ്റ് ചെയ്യുന്ന, അവിടെ ചെന്ന് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നെബോഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്ത് അതിലൂടെ ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കരിയറിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നല്ല സാലറി, അതേപോലെ നല്ല ജോബ് പ്രൊഫൈല്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ് തിരിച്ച് നാട്ടിൽ വന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ വന്നു തുടങ്ങി. അതും വളരെ ചെറുപ്പക്കാർ, ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സും അതേപോലെ BTech കഴിഞ്ഞവരും അവരൊക്കെ ഈ ഒരു നെബോഷ് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മളിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഈ കഴിഞ്ഞ ഒരു 3-4 yearsൽ നടന്ന സംഭവങ്ങളാണ്. മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ആൾക്കാരിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ആർക്കും ഈ പേര് പോലും ആരും കേട്ടിട്ടുണ്ടാകും. തീർച്ചയായും. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ഈ ഒരു ലെവൽ 3 സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് അവെയർഡാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ സേഫ്റ്റിക്ക് അത്ര വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മെജോറിറ്റി പല മേജർ ലൊക്കേഷൻസിലും നമ്മുടെ കുട്ടികൾ സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല 5 star ഹോട്ടൽസ്, ഞാനിപ്പോൾ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, പല 5 star ഹോട്ടൽസ്, വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ, ഓക്കെ, നമ്മുടെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വലിയ കൺസ്ട്രക്ഷൻസുകളിൽ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 12 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സാധാരണ ഒരു ജേണി ആയിരുന്നില്ല. ആ 12 വർഷം കൊണ്ട് ഒരുപാട് പേരുടെ കരിയർ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് അൽ ഇസ്ലാമിക്ക് സാധിച്ചു. തീർച്ചയായും പല കുട്ടികളുടെ പാരൻസ് നമ്മളെ വിളിച്ച് പറയുമ്പോൾ ആ ഒരു മൊമെൻ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റാണ്. കാരണം ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ BTech കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചിട്ടൊന്നും ജോലി കിട്ടാത്ത സിറ്റുവേഷൻ. കാരണം നമുക്ക് തന്നെ അറിയാം, BTech കഴിഞ്ഞ് ഓരോ കൊല്ലം പഠിച്ചിറങ്ങുന്നവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഹൈയാണ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം ഒരാൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് വിചാരിച്ചാൽ ജോയിൻ ചെയ്യണേ. 4 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റിയാലിറ്റി മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന പല സംശയങ്ങളും, ഇത് പാസ്സാവുമോ, ഇത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, അതെ. അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസിലൊക്കെ വീട്ടുകാർ നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച കുട്ടികളൊക്കെ ഇന്ന് നമ്മുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, സാർ ഞാൻ ഇന്നപോലെ എൻ്റെ ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയി, ഞാൻ ഇന്നപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, എൻ്റെ കല്യാണമാണ്, ഞാൻ എൻ്റെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീർത്ത് ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്, ഇമോഷണൽ മൊമെന്റ് കൂടെയാണ്. ഇമോഷണൽ മൊമെന്റിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ളതാണ് ഹാരിഷ്. അത് കാരണം പല സിറ്റുവേഷൻ, ഇപ്പോൾ ലൈക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ, ഇന്നെ പോലെ ഒന്നും ചെയ്യുന്നില്ല, പല കോഴ്സുകൾ ചെയ്തു, ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, ആകെ ഡെസ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും കിട്ടാതെ വരുമ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നല്ലൊരു ജോലിയിലേക്ക്, കരിയറിലേക്ക് എത്താന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് സാഹചര്യങ്ങളുണ്ട് അവരെ കൊണ്ടുപോയി ഒരു ജോലിയിലേക്ക് എത്തിക്കാനും ഇതിനൊക്കെ റെഫറൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കരിയർ വേണം, അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് വേണം. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മളാൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് ഈ കോഴ്സ് ചെയ്ത് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ജോബിലേക്ക് കയറിയിട്ട് ഇന്ന് ആളുടെ ബ്രദർ, കഴിഞ്ഞ വർഷം ആളുടെ ബ്രദർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി. അപ്പോൾ ഒരിക്കലും ആളുടെ കരിയർ സേഫ് ആവാതെ ആളുടെ സ്വന്തം ബ്രദറിനെ നമ്മുടെ അടുത്തേക്ക് വിടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മന്ത് ദുബായിലേക്ക് വിസിറ്റ് പോയൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആളുടെ ഫാമിലിയിലെ 6th or 7th പേഴ്സണാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. ഈ പ്രാവശ്യം ആളുടെ ലൈക്ക് കോൺവെക്കേഷന് വന്നപ്പോൾ കൂടെ വന്ന ആളുടെ കസിൻ, BTech 3rd year ആണ്, ആളുടെ കസിൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയിലും എത്രത്തോളം അവരുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർക്ക് അവരുടെ കോഴ്സ് ട്രസ്റ്റ് വരില്ല. കോഴ്സ് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല.
അപ്പോൾ ഇവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് നമ്മളടുത്ത് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, സാർ ഞാനിപ്പോൾ സെറ്റിൽഡായി, എനിക്ക് ലൈക്ക് നല്ലൊരു ജോബ് കിട്ടി, ഇങ്ങനെ കാര്യങ്ങളായി, ഇനി എങ്ങനെ എനിക്ക് എൻ്റെ കരിയറിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ അത് നിരന്തരമായി നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ളൊരു ഉത്തരമാണ് ആക്ച്വലി നെബോഷിൻ്റെ ലെവൽ 6 ആയിട്ടുള്ള IDIP എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കരിയറിൽ അതേ സെയിം ഫീൽഡിൽ തന്നെ അവരുടെ കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യാനും നല്ല ഒരു ഡെസിഗ്നേഷനിലേക്ക് മാറാനും അതേപോലെ സാലറിയിൽ നല്ല ഹൈക്ക് കിട്ടാനും ഉണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 3-4 വർഷത്തിന് മുകളിലായി കുട്ടികൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ IDIP തുടങ്ങാറായിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ R&D ടീം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ എപ്പോഴാണോ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത് ആ മൊമെൻറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് നിന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ കഴിഞ്ഞ കൊല്ലം അവർ പറഞ്ഞു ലൈക്ക് എന്താണ് നമ്മളങ്ങനെ ഗോൾഡ് ലേണിംഗ് പാർട്ട്ണറായി, നമ്മൾ ലൈക്ക് അക്രഡേഷൻ, അതായത് നെബോഷിൻ്റെ ഗോൾഡൻ ലേണിംഗ് പാർട്ട്ണറായി നമുക്ക് ഇത്രയും സ്റ്റുഡൻസിനെ നെബോഷ് ലെവൽ 3 എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഇത്രയും സ്റ്റുഡൻസിനെ നമുക്ക് സക്സസ്ഫുള്ളി സേഫ്റ്റി നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ട് സേഫ്റ്റി മേഖലയിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റി. ഇതെല്ലാം കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അടുത്ത സ്റ്റേജായ ലെവൽ 6 ഡിപ്ലോമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്ത് സാർ പറഞ്ഞ പോലെ ജൂലൈയിൽ 2023 അത് അങ്ങനെ ഒരു ഡിസിഷൻ. അതെ 2024 അല്ല 2023 ഗോൾഡ് അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷമുള്ള മീറ്റിങ്ങിലുണ്ടായ ഒരു കോൺവെർസേഷനാണ്. അങ്ങനെ നമ്മളത് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു എല്ലാവരിലേക്കും അത് അനൗൺസ് ചെയ്യാമെന്നുള്ള ഒരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ശരിക്കും ഇത് ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ IDIP പഠിച്ചാൽ എന്താണ് ബെനിഫിറ്റ്, എവിടെയൊക്കെ എത്താം, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ കരിയർ, എത്ര സാലറി കിട്ടാം എന്നുള്ളതെല്ലാം നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തി വന്നത് തന്നെയാണ്. ഈ IDIP ലെവൽ 6 എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആണ് ശരിക്കും. അത് സാധാരണക്കാരന് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നതല്ല, അതിന് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. അതും ബ്രിട്ടീഷ് കരിക്കുലം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ റിസർച്ച് ചെയ്ത് അതിൽ അസൈൻമെൻറ്റുകൾ എഴുതി അങ്ങനെയുള്ളൊരു സ്റ്റഡിയാണ് ശരിക്കും ഈ IDIP വരുന്നത്. ഇത് ആർക്കൊക്കെ ബെനിഫിറ്റ് ചെയ്യും, ഇതിൽ ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവാം എന്നുള്ളതായിരിക്കും ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എത്താൻ പറ്റുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇപ്പോൾ നിലവിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത ഒരു ലെവലിലേക്ക്, ഇപ്പോൾ മാനേജറിയൽ ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു എക്സിക്യൂഷൻ ലെവലിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് അവരുടെ എക്സ്പീരിയൻസിന്. ഇത് ശരിക്കും നെബോഷിൻ്റെ IDIP എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 3 സെഗ്മെൻ്റായിട്ട് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്, കരിക്കുലം അങ്ങനെയാണ്. അപ്പോൾ DI1, DI2, DI3 എന്ന് പറയുന്ന 3 കരിക്കുലമാണ് അതിനകത്തുള്ളത്. ഇത് എല്ലാ കരിക്കുലത്തിലും ഈ ഓരോ യൂണിറ്റിലും അതിനകത്തുള്ളത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാണ്. അതിന് 1 ദിവസം 2 ദിവസമൊന്നുമല്ല ക്ലാസ് എക്സാമിനേഷൻ വരുന്നത്. 20 ദിവസത്തെ എക്സാമിനേഷൻ, 10 ദിവസത്തെ എക്സാമിനേഷൻ 10 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി, 20 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തോന്നാം ഇത് 3 അല്ലേ, അല്ല, അതെ, ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് എഴുതാം. അത്രത്തോളം റിസർച്ച് ചെയ്യാനുണ്ട് അതിനകത്ത്, അതുപോലെ വാല്യുവേഷനും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഡ്യൂറേഷനുള്ള എക്സാമിനേഷൻസ് തന്നെ വളരെ റയറാണ്. കാരണം ഈ 20 ദിവസവും 10 ദിവസവും ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് 10 ദിവസവും അല്ലെങ്കിൽ 20 ദിവസത്തിന് ശേഷം സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന OB ആണ് ശരിക്കും. ആദ്യത്തെ DI1 എന്ന് പറയുന്നത് OB ആണ്, ഒരു സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള OB കൂടിയാണ്. അതിൽ അസസ്മെൻറ്റ് വരുന്നത് പേപ്പർ 1 പേപ്പർ 2 എന്ന് പറയുന്ന 2 ഇതാണ് വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് അതിലെനിക്ക് തോന്നുന്നത് ഫ്രഷേഴ്സിന് ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത്രത്തോളം അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്. പക്ഷേ
ഞാൻ പറഞ്ഞ ഈ ഒരു M.Tech-ഉം അതേപോലെ B.Tech ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു 1 year കൊണ്ടോ അല്ലെങ്കിൽ ഒരു 8 months കൊണ്ടൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ പാർട്ടാണ്, അല്ലാതെ കാണാപ്പാഠം പഠിച്ച് ബൈ ഹാർട്ട് പഠിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു 20 days കിട്ടുന്നു, നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം, എവിടെ വേണമെങ്കിൽ പോയി ഒരാളുടെയും അഭിപ്രായങ്ങൾക്ക് നമുക്കവിടെ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ എഴുതി വെച്ചില്ല എങ്കിൽ ഇതിനൊക്കെ ക്ലോസിങ് ഇൻ്റർവ്യൂസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സ്ട്രിക്ട്ലി ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ്, സ്ട്രിക്ട്ലി ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ട മീഡിയം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വേർഡ് ബുക്ക് വന്നാൽ പോലും അബോർഷൻ അത് മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള വാട്ട് യു സെഡ് കറക്റ്റ് വേർഡ് ആക്കാനുള്ള ഒരു റൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐഡിപ്പ് എന്ന് പറയുന്നത് അത്രയും ദാറ്റ് മീൻ റിനൗഡ് ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി ഉണ്ടാവും ആ ഒരു എക്സാമിനേഷന്. അതാണ് നമ്മൾ നെബോഷിൻ്റെ ലെവൽ 6 ഐഡിപ്പിലേക്ക് എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി ഹാരിഷ് പറഞ്ഞ പോലെ തന്നെ ഹാരിഷിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നോർമൽ കേസിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിൽ ഈ സബ്ജക്റ്റ് ഐഡിപ്പ് എന്ന് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം വർക്കൗട്ട് ചെയ്യണം. സിമ്പിളായിട്ട് ഇരുന്ന് എഴുതാൻ പറ്റുന്നതല്ല. അത്രത്തോളം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്, M.Tech ഗ്രാജുവേറ്റ്സിന്, MBA പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള IQ ലെവലൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എഴുതിയെടുക്കാം. അതും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, ഈവൻ ഞാനും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയപ്പോൾ അത്ര ഭയങ്കര ടഫായിട്ടുള്ള ഒരു സിലബസ് ഒന്നുമല്ല. അതായത് റിയാലിറ്റി ബേസ്ഡ് ആണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് വേണ്ട കാര്യം. അപ്പോൾ അതിന് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് നെബോഷ് കഴിഞ്ഞവരാണ്, ലെവൽ 3 കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇനഫ് 2 to 3 yearsൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഫീൽഡിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക്. എന്താണ് എക്സാക്ട്ലി ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, കവറപ്പ് ചെയ്യുന്ന ലൈക്ക് എന്തൊക്കെ ക്ലറിക്കൽ വർക്ക്സുകളും അതേപോലെ അവർ റിയൽ ടൈമായി ചെയ്ത കുറേ ആക്ടിവിറ്റീസും ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഐഡിപ്പിൻ്റെ ലെവൽ 6 വരുന്നത്. അപ്പോൾ അവർക്ക് ഓരോ എക്സാമിനേഷൻസിനും അവരുടെ വർക്ക് സൈറ്റിലെ ഇൻസിഡൻസിനെയും അവരുടെ നോളേജിനെയും കണക്ട് ചെയ്ത് അവർക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തെടുക്കുക. അതിന് അൽസലാമ നമ്മുടെ ബാച്ച് പ്ലാൻ തന്നെ അങ്ങനെയാണ്. അതായത് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സൺഡേസിൽ മാത്രമുള്ള ബാച്ചസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ചില കൺട്രീസിൽ ഫ്രൈഡേ ആയിരിക്കും ലീവ്. അപ്പോൾ ഫ്രൈഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ബാച്ചസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ റെഗുലർ ബാച്ചുകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ M.Tech-ഉം MBA ഒക്കെ കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻസ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ഒരു Monday to Thursday എന്ന രീതിയിൽ ഷെഡ്യൂൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യുന്ന അതെ തീർച്ചയായും ഈ ഒരു കോഴ്സിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവരെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാനും അവരുടെ കരിയറിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കരിയർ ബ്രേക്ക് ചെയ്യാതെ തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിന്. പിന്നെ ഇതിപ്പോൾ ഇവർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ബെറ്റർ ലിവിങ് സ്റ്റൈലിന് വേണ്ടിയിട്ടും ബെറ്റർ ഇൻകത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീരീസിൽ ആ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഈ ലെവൽ 6 എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം വളരെ യൂസ്ഫുള്ളാണ്. കാരണം എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് കുറേ കോഴ്സ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ കരിയർ അതെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവരുടെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പോകുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഏത് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാലും അടുത്ത സ്റ്റേജ് എങ്ങനെയാണ്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിൽ ഈ പറയണ യൂറോപ്യൻ കൺട്രീസിലേക്കോ അവിടേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഈ ലെവൽ 6 ഐഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇത് ഈക്വലൻ്റ് ടു ഡിഗ്രിയാണ്. ഇപ്പോൾ UK ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചെയ്യണതിന് ഈക്വലൻ്റ് ആണ് അല്ലേ? അതെ. അതായത് നോർമൽ കേസിൽ 3 years ഡിഗ്രി
നമ്മുടെ ഇവിടുത്തെ 4 ഇയേഴ്സ് ഡിഗ്രിയാണ് ശരിക്കും പുറമേക്ക്. 3 ഇയേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ഇവിടുത്തെ ഒരു കുട്ടിക്ക് ഈക്വലൻ്റാണ് ഐഡിപ്പ് കഴിഞ്ഞത്. ഐഡിപ്പ് കഴിയുമ്പോൾ അവിടെ MS-ന് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവറോൺമെൻറ്റ് മാത്രമല്ല, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ ഗഹാം പോലെയുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ MS-ന് അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ അല്ല, ദാറ്റ് മീൻസ് ഐഡിപ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. ഇത് ശരിക്കും ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. പക്ഷെ അത്രയും അധികം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. കാരണം +2 കഴിഞ്ഞ ഒരാൾ നല്ല ഐക്യവും നല്ല ലോജിക്കൽ തോട്ടുമുള്ള ഒരാളുണ്ടെങ്കിൽ ആൾക്ക് നേരെ ഐഡിപ്പ് ചെയ്യാം. ഐഡിപ്പിന് മാക്സിമം 6 months തൊട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്, 1 year കൊണ്ട് കഴിയുന്ന കുട്ടികളുണ്ട്. ദാറ്റ് മീൻസ് എപ്പോഴും ഒരു ടൈം ഗ്യാപ്പ് എടുത്തിട്ട്, ദാറ്റ് മീൻസ് ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് അടുത്ത എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു ഒന്നര മാസം കൂടുമ്പോഴാണ് ഒരു എക്സാമിനേഷൻ വരുന്നത്. അത് അപ്പോൾ ഒരുമിച്ചെടുക്കാതെ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാമിനേഷൻ കുറച്ച് സമയമെടുത്ത് അങ്ങനെ. ഇതിന് DI1, DI2, DI3 എന്നുള്ളത് എവിടെ വേണമെങ്കിൽ ഏത് എക്സാമിനേഷൻ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എഴുതാം. ഇതിനൊരു സീക്വൻഷ്യലില്ല. ദാറ്റ് മീൻസ് DI3 ആണ് ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷൻ, വി ക്യാൻ ഡു ദാറ്റ്. അല്ല DI2 ആണ് വരുന്നതെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു ക്ലെവറായിട്ടുള്ളൊരു നല്ല ക്ലെവർ മാത്രം പോരാ, നല്ല ഐക്യം വേണം ഉള്ള ഒരു കുട്ടി +2 കഴിഞ്ഞ് നേരെ ഐഡിപ്പെടുത്താൽ ആൾക്ക് MS-ന് ജോയിൻ ചെയ്യാം. അവിടെ ആക്സെപ്റ്റബിളാണ് ഈ സംഭവം. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം പോലെയല്ല. അവിടെ പുറമേയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് അവരവിടെ നോക്കുന്നത് നിങ്ങളുടെ നോളേജാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം, ചില ആൾക്കാർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ പോയി, ആ കമ്പനിയിൽ ആൾ വർക്ക് ചെയ്യുന്നതിൽ ആൾ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ആൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കുറയും. കാരണം ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷൻസ്, ക്രെഡൻഷ്യൽസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി അവിടെയൊക്കെ ഇതുപോലെയുള്ള കോഴ്സുകൾ ചെയ്ത് അവർക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ വേണമെങ്കിൽ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ശരിക്കും ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ, യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ കാണാപ്പാഠം പഠിച്ച് എക്സാമിനേഷൻ പോയി എഴുതി, ആ എക്സാമിനേഷൻ പോയി എഴുതിയത് ഒന്നും തന്നെ നമ്മൾ പ്രാക്ടിക്കലി വരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ വേറെ പഠിക്കണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇവിടെ അങ്ങനെയല്ല ശരിക്കും ഇതിൽ. അപ്പോൾ ഇത് റിസർച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ആ റിസർച്ച് ആൾ ജയിക്കണമെങ്കിൽ, റിസർച്ച് പേപ്പർ പോലെ അയാൾ അത് എക്സാമിനേഷൻ ചെയ്ത് ജയിക്കണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവണം? ആ ഇൻഡസ്ട്രി നോളജ്, 100% ഇൻഡസ്ട്രി നോളജ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ യൂണിവേഴ്സിറ്റികൾ MS-ന് ക്വാളിഫിക്കേഷനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം സാർ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ ഒരാൾ അത്യാവശ്യം ഈസിയല്ല, പക്ഷേ നല്ല ഐക്യമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പം അത് പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് ചെയ്തു പോകുന്നൊരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സെയിം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി രംഗത്തുള്ള മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനാണ് ആൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അവിടെയാണ് ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ആൾ ഇവിടുന്ന് ഐഡിപ്പ് ചെയ്തിട്ട് അവിടെ പോയി വേറൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ മാസ്റ്റേഴ്സ് എടുക്കാനാണെങ്കിൽ മേ ബി അത് നടക്കണമെന്നില്ല. നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആണ്. കാരണം MBA ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതേപോലെ തന്നെ MBA ഒക്യുപ്പേഷണൽ സേഫ്റ്റി, MS എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചിട്ടും എല്ലാവർക്കും ഒരു അവെയർനെസ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ.